ഇപ്പോൾ ഇതാ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് എത്തുന്നത്. ശില്പ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിന്റെ വക്കിലേക്ക് പോകുന്നു. ശില്പ, നേരത്തെയും ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം നമ്മൾ കണ്ടതാണ്, പക്ഷേ പിന്നീട് അത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തയാണ് എത്തുന്നത്. എന്താണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്? മനു, ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിന്റെ വിവിധ മേഖലകളിലാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ടെഹ്റാന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ സ്ഫോടനം ഉണ്ടായതായാണ് ഇറാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങൾ ആക്രമണം നടത്തി എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇറാൻ ഏത് സമയത്ത് വേണമെങ്കിലും ഇനി പ്രത്യാക്രമണം നടത്താമെന്നുള്ള മുൻകരുതലോടുകൂടി തന്നെ ഇസ്രായേലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കടുത്ത ആശങ്കയിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷ മേഖലയാകാൻ പോകുന്നതെന്നാണ് ലോകരാജ്യങ്ങളൊക്കെയും പറയുന്നത്. ഈ സുരക്ഷയുടെ ഭാഗമായി ഇസ്രായേൽ വലിയ നിർദ്ദേശമാണ് അവിടുത്തെ പൗരന്മാർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. കാരണം ഏത് നിമിഷവും ഇറാനിൽ നിന്നൊരു പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയാളികൾ അടക്കം ഇസ്രായേലിലുണ്ട്. ഈ ആളുകളോടൊക്കെ ബംഗറിൽ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്. അതോടൊപ്പം തന്നെ അവിടെ പുലർച്ചെ മുതൽ ഈ സൈറനുകൾ, അപായ സൂചനകൾ മുഴക്കിക്കൊണ്ടുള്ള സൈറനുകൾ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എല്ലാവരോടും ബംഗറിൽ ഉൾപ്പെടെ കഴിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക അടക്കം ഇപ്പോൾ പ്രതികരണമായി എത്തിയിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇപ്പോൾ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത്. നിരവധി ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായതാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത ഞായറാഴ്ചയോടുകൂടി ഈ US-ഉമായിട്ടുള്ള ചർച്ചകൾ, ഇറാന്റെ ആണവ പദ്ധതികളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കാനിരിക്കുന്ന ആ ഒരു വേളയിലാണ്, അതിനു മുന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന് തിരിച്ചടി ഇറാൻ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മുൻകരുതലോടുകൂടി ഇരിക്കുകയാണ് ഇസ്രായേൽ. ഏത് രീതിയിലായിരിക്കും ഇറാൻ ഇനി അടിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും അവിടെ സൈറണുകൾ മുഴങ്ങി. ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ